ദിലീപുമായുള്ള പ്രശ്നത്തിൽ താൻ ജയിലിൽ കിടന്നുവെന്ന പ്രചരണം തെറ്റാണെന്ന് പറയുകയാണ് നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ. നിർമ്മാണത്തിൽ സജീവമായിരുന്ന കാലത്ത് നടൻ ദിലീപുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് വലിയ തിരിച്ചടികൾ ദിനേശ് പണിക്കർക്ക് നേരിടേണ്ടി വന്നിരുന്നു. ദിലീപ് നൽകിയ കേസിൽ പ്രതിയായി മാനസിക വിഷമം അനുഭവിച്ചിട്ടുള്ള ദിനേശ് പണിക്കർ പക്ഷെ പിന്നീട് ദിലീപ് ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ മുതിർന്നതുമില്ല. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം. 22 വർഷം മുമ്പ് നടന്ന സംഭവം വീണ്ടും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും യഥാർത്ഥത്തിൽ അന്ന് താൻ ജയിലിന്റെ വാതിൽക്കൽ വരെ എത്തിയിരുന്നു. എന്നാൽ ചെറിയൊരു അസുഖം വന്നതോടെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. അതിനാൽ ജയിലിനകത്ത് കയറേണ്ട യോഗം ഉണ്ടായില്ല എന്നും ദിനേശ് പണിക്കർ പറയുന്നുണ്ട്. ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിന്റെ വിതരണക്കാരനായിരുന്ന ദിനേശ് പണിക്കർ നൽകിയ 1.5 ലക്ഷം രൂപയുടെ ചെക്ക് മടങ്ങിയെന്ന് ആരോപിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ദിനേശ് പണിക്കർക്കെതിരെ കേസ് നൽകുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടൻ ദിലീപ് അറസ്റ്റിലായി ജയിൽവാസം അനുഭവിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് ദിനേശ് പണിക്കരുടേതായിരുന്നു. ദിലീപിനെയും തന്നെയും ബന്ധപ്പെടുത്തി പലവിധ കഥകളും പടച്ചുവിട്ടിട്ടുണ്ട്. ദിനേശ് പണിക്കർ ജയിലിൽ കിടന്നപ്പോൾ 47 എന്ന നമ്പറാണ് കൊടുത്തത്. അതേ നമ്പർ തന്നെയാണ് ദിലീപിനും ലഭിച്ചത്. മാത്രമല്ല അന്ന് ദിനേശ് പണിക്കർ കിടന്ന സെല്ലിലാണ് ദിലീപ് കഴിഞ്ഞതെന്നും ചിലർ കാര്യമായി പറഞ്ഞുവെന്നും അതൊക്കെ ഇല്ലാ കഥകളാണെന്നും അന്ന് തനിക്ക് അത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോഴും അതിന് കാരണക്കാരായവരോട് ഇതേ രീതിയിൽ പ്രതികാരം ചെയ്യണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്നും അത്തരം നന്മകൾ മനസ്സിൽ കരുതുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നാതിരുന്നത്. വിഷമമുണ്ടായി എന്നുള്ളത് സത്യമാണെങ്കിലും താൻ ഒരിക്കലും രാഗിയിട്ടില്ല എന്നും ദിലീപുമായി ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും നല്ല സൗഹൃദത്തിലാണെന്നും ദിനേശ് പണിക്കർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അന്നത്തെ മാനസികാവസ്ഥയായിരിക്കാം അങ്ങനെ ചെയ്തത്. ദിലീപ് ചെയ്തത് തെറ്റായിട്ടാണ് അന്ന് തനിക്ക് തോന്നിയത്. ഇന്ന് താനും അദ്ദേഹവും അടുത്ത സുഹൃത്തുക്കളാണ്. ഡിപ്ലോമസിയുടെ കാര്യം പറയുകയാണെങ്കിൽ അക്കാര്യത്തിൽ ജയറാമിന്റെ അച്ഛനായിട്ട് വരും ദിലീപ്. ഡിപ്ലോമസിയുടെ കാര്യത്തിൽ ഇന്ന് ദിലീപിനെ വെല്ലാൻ മലയാള സിനിമയിൽ വേറെ ആരും തന്നെ ഇല്ല എന്നും ആരെയും പിണക്കാതെ നല്ല രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ കഷ്ടകാലത്തിനാണ് ഈ കേസൊക്കെ വന്നതെന്നും ദിനേശ് പണിക്കർ പറയുന്നുണ്ട്. താൻ അനുഭവിച്ച വേദന ദിലീപിന് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്നും ദിനേശ് പണിക്കർ കൂട്ടിച്ചേർത്തു. 2002 ദിലീപുമായുള്ള വിഷയം നടന്നത്. പിന്നെ ഒരു തിരുത്തൽ കൂടിയുണ്ട്. താൻ ജയിലിൽ കിടന്നിട്ടില്ല, അവിടെ വരെ പോയി. പിന്നെ തനിക്ക് അസുഖം വന്നതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു. അതിനാൽ ജയിലറയ്ക്കകത്ത് കിടക്കേണ്ട സാഹചര്യം തനിക്ക് വന്നിട്ടില്ല എന്നും താൻ ജയിലിൽ കിടന്നുവെന്നത് അപവാദമാണ്. തന്റെ കേസ് തന്നെ ദിലീപിന് ഒരു തരത്തിൽ കഷ്ടകാലമായിരുന്നു. ഇത്തരം സംഭവങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ ദിലീപ് ഇന്ന് മലയാള സിനിമാ ലോകം ഭരിച്ചേനെ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഘട്ടത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെക്കാളും മുകളിലേക്ക് ദിലീപ് എത്തിയിരുന്നു. അത്രയും മാർക്കറ്റ് വാല്യൂ അദ്ദേഹത്തിന് വന്നുവെന്നും എന്നാൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു. അന്ന് കേസ് കൊടുത്തെങ്കിലും ഇതേ ദിലീപ് തന്നെ തനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ടെന്നും കാര്യസ്ഥൻ, വെൽക്കം ടു സെൻട്രൽ ജയിൽ, റിംഗ് മാസ്റ്റർ, വില്ലാളി വീരൻ, കോടതി സാക്ഷി, ബാലൻ വക്കീൽ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റിംഗ് മാസ്റ്ററിലേത് ഏറ്റവും മികച്ച വേഷമായിരുന്നു. ബാലൻ വക്കീലിലെ മന്ത്രിയുടെ വേഷം താൻ തന്നെ ചെയ്യണമെന്ന് ദിലീപ് പറയുകയായിരുന്നു. മികച്ച രീതിയിലുള്ള സുഹൃത്ത് ബന്ധം ഇപ്പോഴും പുലർത്തുന്നുണ്ട്. സാധാ മിമിക്രി ആർട്ടിസ്റ്റായ ഗോപാലകൃഷ്ണനിൽ നിന്നും ദിലീപ് എന്ന നടനായി മാറിയതും അവിടെ നിന്നും ഒരു പക്ക ബിസിനസ്സുകാരനായി മാറണമെങ്കിൽ സാധാരണക്കാരനെ കൊണ്ട് സാധിക്കില്ല. 1-2 ബിസിനസ് ചെയ്തപ്പോൾ തന്നെ വെള്ളം കുടിച്ച വ്യക്തിയാണ് താൻ. ബിസിനസ് അടക്കം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മിടുക്ക് ദിലീപിനുണ്ടെന്നും ദിനേശ് പണിക്കർ വ്യക്തമാക്കി. അതേസമയം ഇതിനു മുൻപും ദിനേശ് പണിക്കർ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 15 വർഷം മുമ്പ് ദിലീപ് വാദിയും താൻ പ്രതിയുമായി ഒരു കേസ് നടന്നു എന്നുള്ളത് സത്യമാണ്. അന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്മാരുടെ സംഘടനയും നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ചേർന്ന് കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. ഇന്നസെന്റ് ഒക്കെ അന്ന് കാര്യക്ഷമമായി കേസിൽ ഇടപെട്ടു. അതിനുശേഷം താനും ദിലീപും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറുകയും ചെയ്തു. പിന്നീട് സൗഹൃദപൂർവ്വമേ തങ്ങൾ ഇടപഴകിയിട്ടുള്ളൂവെന്നും ദിലീപിന്റെ സിനിമകളിലൊക്കെ തന്നെ അഭിനയിക്കാൻ വിളിക്കാറുണ്ടെന്നും ദിലീപിനെ നായകനാക്കി പിന്നീട് ഒരു സിനിമയും നിർമ്മിക്കാൻ താൻ പദ്ധതിയിട്ടിരുന്നു. ദിലീപിന്റെ ഏത് പരിപാടിക്കും തന്നെ വിളിക്കാറുണ്ടെന്നും ദിലീപിന്റെ തിയേറ്റർ ഉദ്ഘാടനത്തിനും തന്നെ വ്യക്തിപരമായി വിളിച്ചിരുന്നുവെന്നും സുഹൃത്തായിരിക്കെ താൻ ദിലീപിനെ വേദനിപ്പിക്കാൻ പാടില്ലെന്നും അതുകൊണ്ടാണ് പ്രതികരിക്കാതെ വിട്ടുനിന്നതെന്നും ദിനേശ് പണിക്കർ മുൻപ് പറഞ്ഞിരുന്നു. അതേസമയം ഇന്ന് മലയാള സിനിമയിൽ സജീവമാവുകയാണ് നടൻ ദിലീപ്. പവി കെയർടേക്കറാണ് ദിലീപിന്റെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ. ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. നല്ല സിനിമകളുടെ മലയാളത്തിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട്. പ്രിൻസ് ആണ് ഇനി റിലീസിനെത്താനുള്ള ദിലീപിന്റെ സിനിമ. അതേസമയം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുമായി അഭിനയത്തിൽ സജീവമാണ് ദിനേശ് പണിക്കർ. അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലും അദ്ദേഹം കൈവച്ചിരുന്നു. ഒരു കാലത്ത് നിർമ്മാണത്തിൽ സജീവമായിരുന്നത് കൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഒട്ടുമിക്ക മുൻ താരങ്ങളുമായി നല്ലൊരു
സൗഹൃദം ദിനേശ് പണിക്കർക്കുണ്ട്. മോഹൻലാലുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം മുമ്പ് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. 1980 റിലീസായ സഞ്ചാരി എന്ന സിനിമയിൽ പ്രേം നസീറിന്റെ ഡ്യൂപ്പായി അഭിനയിച്ചാണ് ദിനേശ് പണിക്കരുടെ തുടക്കം. 1981 ധന്യ എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്തിലും അഭിനയിച്ചു. രജപുത്രൻ, പ്രണയവർണ്ണങ്ങൾ എന്നിവയുൾപ്പെടെ 10ഓളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. രോഹിത് ഫിലിംസിന്റെ ബാനറിലായിരുന്നു എല്ലാ സിനിമകളും ദിനേശ് പണിക്കർ നിർമ്മിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.